ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഡൗ ജോൺസ് ഏകദേശം 150 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. നാസ്ഡാക്ക് 220 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റും ഏകദേശം ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 69 ഏകദേശം 70 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ടില്ല. നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിന് സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം ഡേറ്റ നോക്കാം. ഇന്നലത്തെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്കിൽ ഏകദേശം FIS 2464 കോടിക്ക് സെല് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് സെല് ചെയ്തിട്ടുണ്ട്. DIS 1516 കോടിക്ക് ബൈ ചെയ്തിട്ടുണ്ട്. നെറ്റ് സെല്ലിംഗ് ആണ് കൂടുതൽ. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 1.95 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ഹോൾഡിംഗ് ആണ്. കോൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000 സംതിങ് ആണ്. 49,341 ലോട്ട് കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. FIS പ്രോയും ബൈയിങ് ആണ്. ഏകദേശം 1.3 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. കോൾ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37 ലാക്ക്. FIS ക്ലൈന്റ് ക്ലൈന്റ് സെല്ലിംഗ് ആണ്. 3.39 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നിങ്ങൾ പ്രീ മാർക്കറ്റ് നമ്മുടെ വീക്ക്ലി അനാലിസിസ് ഈ ആഴ്ചത്തെ വീക്ക്ലി അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് താഴെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 23,300 23,184 അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ. ഒന്നിലും മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരും, അല്ലെങ്കിൽ താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കടമ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് താഴോട്ട് വന്നു. 23,000 ഏകദേശം ടച്ച് ചെയ്തിട്ടുണ്ട്. 23,000 തൊട്ട് മുകളിലാണ് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുള്ളത്. ഏകദേശം 23,315 ആണെന്ന് തോന്നുന്നു. ഏകദേശം നമ്മുടെ ആ ഒരു ടാർഗറ്റ് വന്നു. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പാറ്റേൺ വീക്ക്ലി അനാലിസിസിലും കഴിഞ്ഞ കുറേ ദിവസം കൊണ്ടേ പറയുന്നുണ്ട്. ഞാൻ ഒരു ഹയർ ഹൈ ഫോർമേഷനിലോട്ട് മാർക്കറ്റ് പോവുകയാണ്. ഓൾറെഡി മാർക്കറ്റ് റിവേഴ്സിലാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ വന്നു, ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തു, മുകളിലോട്ട് പോയി ഈ ഒരു ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടി, അടുത്ത ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് വന്നു. ഇവിടെ നിന്ന് നേരെ താഴോട്ട് വരികയാണ്. അടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇനി ഇന്ന് താഴോട്ടാണോ മുകളിലോട്ടാണോ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ട്രെൻഡ് എങ്ങോട്ടാണെന്ന്. കാരണം ഞാൻ ഈ ഒരു 50% മിറ്റിഗേഷനും മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരച്ചിരിക്കുന്നത്. 23,184 23,300 എന്നുള്ളതെന്ന് പറഞ്ഞാൽ 50% ലോ മുതൽ ഹൈ വരയ്ക്കും 50% വരച്ചിട്ടുണ്ട്. ഒരു മിറ്റിഗേഷന് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഒരു ബൈയിങ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലെവൽ വരച്ചിരിക്കുന്നത്. അടുത്തിനി ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയ്ക്ക് താഴെ ഇനി മാർക്കറ്റ് ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ബൈയിങ് ഏരിയ ക്ലോസ് ചെയ്ത് താഴോട്ട് ഇതിന് താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് വീണ്ടും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്റെ നിഗമനത്തിൽ ഇതൊരു ലോവർ ലോ എടുത്തതിന് ശേഷം ഹയർ ലോ എടുത്തതിന് ശേഷം, അതായത് ഈ ലോയ്ക്ക് മുകളിൽ പുതിയൊരു ലോ വന്നു, ഇതിന് മുകളിൽ ഈ ഒരു ലോ വന്നു കഴിഞ്ഞാൽ അടുത്ത് അപ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. ആ ഹൈ എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടായിരിക്കും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടാണ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കും. ഹയർ ഹൈ ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. അത് ഏകദേശം 24,000 മുകളിലായിരിക്കും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുക. ഹയർ ഹൈ ഫോർമേഷൻ ആണ്, അപ് ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് എബോവ് 24,000 ആണ്. അല്ല, താഴോട്ട് വരും ദിവസങ്ങളിൽ പുതിയൊരു ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ 24,000 പോകത്തില്ല, മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് കൃത്യമായിട്ട് രണ്ടിന്റെയും നടുക്കാണ് നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്നും നാളെയും കൊണ്ട് ഇതിന്റെ ഫോർമേഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ബൈയിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇന്നും നാളെയുള്ള മാർക്കറ്റിന്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. മാർക്കറ്റ് എന്തായാലും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ്
ഇവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷറിലാണ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുള്ളതിന്റെ സൂചന ഓൾറെഡി മാർക്കറ്റിനകത്തുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മോഡിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തേക്കും മാർക്കറ്റിൽ. ശ്രദ്ധിക്കുക, 23,184 താഴെ പുതിയൊരു ഈക്വൽ ലോ ആണെങ്കിൽ കുഴപ്പമില്ല, പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കടുത്ത് 75 മിനിറ്റ്സിന്റെ ചാർട്ടിലോട്ട് പോകാം. 75 മിനിറ്റ്സിന്റെ ചാർട്ടിൽ ഇതിലും പ്രീ മാർക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴോട്ടുള്ള ഒരു 75 മിനിറ്റ്സ്, പിന്നെ 125 മിനിറ്റ്സിന്റെ സോണ്. ഇന്നലെ അവിടെ നിന്നാണ് 75 മിനിറ്റ്സിന്റെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയത്. മുകളിലോട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 125ഉം 75 മിനിറ്റ്സിന്റെ സോൺ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 15 മിനിറ്റ്സിന്റെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഞാൻ ഇതിലൊന്നും വാല്യൂ കൊടുക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസ് ആക്ഷൻ സീരീസ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസിന്റെ ഭാഗമായിട്ടാണ് ഈ ചാർട്ട് വരയ്ക്കുന്നത്, ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നവർ ആ ഒരു വീഡിയോ സീരീസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചാർട്ടിൽ പോയിട്ട് ക്യാൻഡിലുകൾ ഇതേ ടൈം ഫ്രെയിമിൽ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വാല്യൂ കൊടുക്കാത്തത്. ഇവിടെ വാല്യൂ തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചാർട്ട് തിരിഞ്ഞു നോക്കത്തില്ല, നിങ്ങൾ ആ വാല്യൂ മാത്രം മാർക്ക് ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ട്, ഞാനിവിടെ 15 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോൺ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് 15 മിനിറ്റ്സിന്റെ ചാർട്ട് എടുത്ത് അവിടെ ഡിമാൻഡ് സോൺ വരച്ച് വാല്യൂ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്രൈസ് ഇടാത്തത്, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിന്റെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, അതിനകത്ത് ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എൻട്രി നോക്കാം. അതുപോലെ തന്നെ 75 മിനിറ്റ്സ് ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാവിലെ എനിക്കൊന്ന് മെനഞ്ഞാന്ന് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്ന ആ ഒരു 15 മിനിറ്റ്സിന്റെ സപ്ലൈ സോൺ ആയിട്ട് എടുക്കാം. അതിന്റെ മുകളിൽ വീണ്ടും അതിന് മുകളിൽ ഒരു 15 മിനിറ്റ്സിന്റെ സപ്ലൈ സോൺ ഉണ്ട്. ഇത് രണ്ടുമാണ് മുകളിലോട്ടുള്ള സ്ട്രോങ് ഒരു സെല്ലിംഗ് വരാൻ സാധ്യതയുള്ള ഏരിയകൾ. താഴെ 15 മിനിറ്റ്സിന്റെ ഒരു സോൺ ഉണ്ട് ബൈയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസിന്റെ ഭാഗമായിട്ടുള്ള ലെവലുകൾ. ഈ ലെവലുകൾ കൃത്യമായിട്ട് നോക്കുക. നമുക്കടുത്ത് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ലെവൽസ് ഇവിടെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമാക്കുന്നില്ല, ചാർട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇന്ന് ഒരു വൈഡ് CPR ആണെന്നും പറയാൻ പറ്റില്ല, നാരോ CPR ആണെന്നും പറയാൻ പറ്റില്ല. ഏകദേശം 23,401 തൊട്ട് 442 വരെ 42 പോയിന്റിന്റെ ഒരു CPR ആണ്. CPRന് താഴെയാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇന്നൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. CPRന് മുകളിലോ CPRന് ഉള്ളിലോ അല്ലെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസിംഗ് വരുന്നത് CPRന് മുകളിലോ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലോട്ട് പോകുവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് താഴോട്ട് ഞാൻ ലെവൽസ് വരയ്ക്കാത്തത്. സപ്പോസ് മാർക്കറ്റ് താഴോട്ട് CPRന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ താഴത്തെ ലെവൽസ് ഞാൻ തരാം. തൽക്കാലം മുകളിലോട്ടുള്ള 2 ലെവൽസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. CPRന് മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPRന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ സാധ്യത ഏറെ കൂടുതലാണ്. 23,539, 23,521 ഫസ്റ്റ് ടാർഗറ്റ് വരിക. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ 23,539, 23,521 ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരിക 23,681, 23,675. ഈ 2 ലെവൽസ് മാത്രമേ ഞാനിന്ന് വരയ്ക്കുന്നുള്ളൂ. കാരണം ഞാൻ വീക്കിലി അനാലിസിസിൽ പറഞ്ഞതുപോലെ തന്നെ താഴെ മുകളിലും 2 ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്തെ ടാർഗറ്റ് ഇന്നലെ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ടൊരു റാലിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താഴത്തെ ലെവൽസ് വരയ്ക്കാത്തത്, മുകളിലത്തെ ലെവൽസ് മാത്രം വരച്ചിരിക്കുന്നത്. ഇനി എൻ്റെ വ്യൂ തെറ്റിയിട്ട് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ താഴത്തെ സപ്പോർട്ട് വരച്ചിടാം. അത്രയ്ക്കും ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ താഴെ വരയ്ക്കാത്തത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.